ഹലോ, എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഇവിടെ നവംബർ 28 വ്യാഴാഴ്ച. ഇന്ന് ഇവിടെ പൊതുവായ അവധി ദിവസം ആണ്, താങ്ക്സ് ഗിവിംഗ് ഡേ. അപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഒരുമിച്ച് കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾക്കുള്ള എല്ലാത്തിനും നന്ദി പറയുന്ന ഒരു ദിവസമാണിന്ന്. അപ്പം ഞങ്ങളും ഒരു കസിൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് കൂടുവാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് ഇവിടെ. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിബി ഇവിടെ ഹാം ബേക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. അതായത് നമ്മുടെ പന്നിയുടെ തുടഭാഗത്തുള്ള ഒരു പീസ് ഇറച്ചി, എല്ലോട് കൂടിയ ഇറച്ചിയാണിത്. അപ്പോൾ ഇത് ഫുള്ളി കുക്ക്ഡാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൽ കുറച്ച് ഗ്രാമ്പു, അതുപോലെ കുറച്ച് പൈനാപ്പിളൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കും. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഇവിടെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അതിൻ്റെ പണികളാണ് രാവിലെ. അപ്പോൾ നമ്മുടെ ഹാം റെഡിയായി, എല്ലാം റാപ്പ് ചെയ്ത് ഓവനിൽ വെക്കുന്ന ഭാഗമാണ്. ഇനി അത് ഒരു 2-2.5 മണിക്കൂറോളം ഈ ഓവനിലിരുന്ന് ഫുൾ നന്നായിട്ട് ചൂടാകണം. അപ്പോൾ ഞങ്ങളിത് 6:29 രാവിലെ ഓവനിൽ വെച്ചു. ഇനിയിപ്പോൾ ഒരു 9-9:30 വരെ അതങ്ങനെ തന്നെ ഇരിക്കണം. ആ സമയത്ത് തന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള, നമ്മൾ കൂടുന്ന കസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധനമാണ് ഉള്ളിവട. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക, എന്നിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, അങ്ങനെയാണ് ശീലം. അപ്പോൾ എനിക്കുള്ള ഐറ്റം ഉള്ളിവടയാണ്. അപ്പോൾ ഞങ്ങളൊരു 60-65ഓളം ആൾക്കാരുണ്ട്, നമ്മളുടെ കസിൻസ് വീട്ടുകാരൊക്കെ ആയിട്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഐറ്റം കൊണ്ടുവരികയാണ്. അപ്പോൾ ഉള്ളിവട ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി തീർന്നു. 2 ട്രേ നിറച്ച് ഞാൻ ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹാം എല്ലാം നല്ല ചൂടായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളെടുത്ത് ഇനി എല്ലാം ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് കാണാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി കസിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള യാത്രയാണ്. നല്ല മഴയാണ്, ഇന്ന് മുഴുവൻ മഴയാണെന്നാണ് കാലാവസ്ഥ പ്രവചനം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പതിയെ കാണാം.
ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മളുടെ നാടൻ ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ ടർക്കി, അതിനോട് കൂടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിവട, നെയ്യപ്പം, അച്ചപ്പം, അങ്ങനെ പല പല സാധനങ്ങൾ. ഇത് നമ്മുടെ മെയിൻ ടർക്കി. പിന്നെ ടർക്കിയോടനുബന്ധിച്ചുള്ള ബാക്കി മാഷ് പൊട്ടറ്റോ, സ്റ്റഫിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ ഇന്ത്യൻ ഫുഡ്, അപ്പം, വെജിറ്റബിൾ കറി, അതുപോലെ ബീഫ്, അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഭക്ഷണം ആപ്പറ്റൈസർ കഴിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ വളരെ കുറച്ച് നാളുകൾ കൂടിയാണ് നമ്മൾ ഇത്രയും എല്ലാവരെയും ഒന്ന് കാണാനും വർത്താനം പറയാനും ഒക്കെ സാധിച്ചത്. നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ചീട്ടൊക്കെ കളിച്ച് വൈകുന്നേരം ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത കൂടിച്ചേരൽ നമ്മൾക്ക് ക്രിസ്മസിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.